നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാളിയാണ്, ആദ്യമായി അഭിനയിച്ചതും മലയാളത്തിൽ തന്നെ. പക്ഷേ അമല പോളിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് തമിഴ് സിനിമയാണ്. തമിഴ് ചിത്രം മൈനയിലെ ലീഡ് റോളാണ് അമലയ്ക്ക് പേരും പ്രശസ്തിയും നൽകിയത്. നീലത്താമരയിൽ മുഖം കാണിച്ച് അമല നേരെ പോയത് കോളിവുഡിലേക്കാണ്. വീരശേഖരൻ, സിന്ധു സമവേലി, മൈന എന്നീ ചിത്രങ്ങൾ അമലയെ ശ്രദ്ധേയയാക്കി. എന്നാൽ വിവാഹമോചനത്തിന് ശേഷം അമലയ്ക്കെതിരെ തമിഴ്നാട്ടിൽ ട്രോളുകൾ വ്യാപകമായിരിക്കുകയാണ്. സെക്സിയായി വസ്ത്രം ധരിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ട്രോളന്മാർ അമലയെ കടന്നാക്രമിക്കുന്നത്. വിവാഹമോചിതയായ ശേഷം അമല കൂടുതൽ ഗ്ലാമറസ് ആകുന്നു എന്നാരോപിച്ച് നിരവധി ട്രോളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സെലിബ്രിറ്റി ബാഡ്മിന്റൺ ലീഗിൽ അമല ധരിച്ച വസ്ത്രമാണ് വിഷയം. രാജാറാണി എന്ന ചിത്രത്തിലെ ഡയലോഗാണ് ട്രോളന്മാർ ആയുധമാക്കിയിരിക്കുന്നത്. നിന്നെ കണ്ടാൽ വിവാഹമോചനം കഴിഞ്ഞതാണെന്ന് പറയില്ലല്ലോ എന്ന തരത്തിലും ട്രോളുകളുണ്ട്. നേരത്തെ അമലയുടെ ഒരു ഫോട്ടോയിൽ ആരാധകനിട്ട കമന്റ് വിവാദമായിരുന്നു. വിവാഹമോചിതരായ സ്ത്രീകൾ എപ്പോഴും ഹോട്ടാണ് എന്നായിരുന്നു കമന്റ്. ഇതിനെതിരെ കടുത്ത ഭാഷയിൽ അമല പ്രതികരിക്കുകയും ചെയ്തിരുന്നു. 2011 പുറത്തിറങ്ങിയ ദൈവത്തിരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് അമലയും സംവിധായകൻ AL വിജയും പ്രണയത്തിലാകുന്നത്. പിന്നീട് വിജയെ നായകനാക്കി AL വിജയ് സംവിധാനം ചെയ്ത തലൈവ എന്ന ചിത്രത്തിൽ അമലയായിരുന്നു നായിക. 2014 ജൂണിലായിരുന്നു ഇരുവരുടെയും വിവാഹം. അധികം വൈകാതെ ഇരുവരും വേർപിരിഞ്ഞു. വിവാഹമോചന ശേഷവും പാർട്ടിയും ആഘോഷവുമൊക്കെയായി അമല സജീവമായിരുന്നു. പക്ഷേ വിജയ് ഗ്ലാമർ ലോകത്ത് നിന്ന് അകലം പാലിച്ചു. മാധ്യമങ്ങളിൽ ഒരഭിമുഖത്തിന് പോലും മുന്നോട്ട് വന്നില്ല. ഏതായാലും തമിഴ് ട്രോളുകളോട് ഇതുവരെ അമല പ്രതികരിച്ചിട്ടില്ല. ധനുഷ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വട ചെന്നൈയിലാണ് ഇപ്പോൾ അമല അഭിനയിക്കുന്നത്. കിച്ച സുദീപ് നായകനാകുന്ന തെലുങ്കു ചിത്രം ജയറാമിന്റെ അച്ചായൻസ്, ധനുഷിന്റെ VIP 2 എന്നിവയാണ് അമലയുടെ പുതിയ പ്രൊജക്ടുകൾ. കൂടുതൽ വിനോദ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീറ്റ് മലയാളം.